വീട്ടിനും ചുറ്റും മതിലുണ്ട്. മതിലിൽ മൊത്തത്തിൽ ജെർബ്ര ചെടികൾ വെക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം വന്നു. പിന്നെ അന്നത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് വെച്ച് അത്രയും ജെർബ്ര പ്ലാന്റുകൾ വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു പ്ലാന്റിന് 120 രൂപ കൊടുത്താണ് അന്ന് ഞാൻ കളക്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് കാൽസോളിൽ വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ആ ടൈം ലോക്ക്ഡൗൺ ആയിരുന്ന ടൈം കൂടിയാണ്. അപ്പോൾ ഒത്തിരി സെല്ലേഴ്സ് വരാൻ തുടങ്ങി, കോമ്പറ്റീഷനായി അതിൽ. അപ്പോൾ പിന്നെ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണമല്ലോ, എങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പ്രവീൺ സാറിൻ്റെ ആ ഒരു പോസ്റ്റ് കാണുന്നത്. ഒരു ചെറിയ ഒരു മിനിറ്റ് വീഡിയോ ചെയ്യാൻ തന്നെ ഒരു നോട്ട്ബുക്കിൽ കുറേ സ്ക്രിപ്റ്റ് എഴുതി അത് വായിച്ച് അത് കാണാതെ പഠിച്ചു. എന്നിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വന്ന് നിൽക്കുന്നത്. അതും കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വേർഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഫുൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയുക, ശരിക്കും വട്ടാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു. ആ സമയത്താണ് ഞാൻ കാൽസോളുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നത്. ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? ഒത്തിരി ആൾക്കാർ ചെടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ചെടികൾ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെടികളിൽ നിന്ന് ഒരു വരുമാനം നേടാൻ കഴിയുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീംസ്, സ്വാഗതം. റീംസ്, എങ്ങനെയാണ് റീംസ് ഈ ഒരു ചെടികളെ ഒരു വരുമാനമാക്കാം എന്നുള്ള ആ ഒരു ട്രാക്കിലേക്ക് വന്നത് എപ്പോഴാണ്? ചെടികൾ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ മമ്മിയായിരുന്നാലും പപ്പയായിരുന്നാലും നന്നായിട്ട് വീട്ടിൽ ചെടികൾ വളർത്തുമായിരുന്നു. എൻ്റെ വീടെന്ന് വെച്ചാൽ ഒരു 5 സെൻറ്റിനുള്ളിലാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീട് നിൽക്കുകയാണ്. കുറച്ച് സ്ഥലം മാത്രമേ ഈ ചെടികൾ വളർത്താനായിട്ടുള്ളൂ. എങ്കിലും ചെറുതിലേ മുതൽ നമ്മൾ ആ ചെടികൾ വളർത്തുന്നത് കണ്ടാണ് വളർന്നു വന്നത്. അപ്പോൾ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വലുതായി, അതോടൊപ്പം നമ്മുടെ ചെടികളോടുള്ള ഇഷ്ടവും വളർന്നു വന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു നഴ്സറിയിൽ ജെർബ്ര പൂക്കൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാണുക ചെയ്തത്. അപ്പോൾ ജെർബ്ര പൂക്കളെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായപ്പോൾ അത് വീട്ടിൽ വളർത്തിയാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ 2 ജെർബ്ര ചെടികൾ മേടിക്കുകയാണ് ചെയ്തത്. അത് മേടിച്ച് വീട്ടിൽ വെച്ചു. അപ്പോൾ അത് മേടിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുന്നുണ്ട്, അത് വളരില്ല, നമ്മുടെ ട്രിവാൻഡ്രം പോലുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് വളരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വേറെ പോട്ടി മിക്സിലൊക്കെ ആക്കി വെച്ചു. എനിക്ക് തോന്നുന്നു ഒരു 10-45 ദിവസം കൊണ്ട് തന്നെ അത് നന്നായിട്ട് വളർന്ന് നിറച്ച് പൂക്കൾ തന്നു. അപ്പോൾ പിന്നെ ഒരു ആഗ്രഹമായി, വീട്ടിനും ചുറ്റും മതിലുണ്ട്. മതിലിൽ മൊത്തത്തിൽ ജെർബ്ര ചെടികൾ വെക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം വന്നു. പിന്നെ അന്നത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് വെച്ച് അത്രയും ജെർബ്ര പ്ലാന്റുകൾ വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു പ്ലാന്റിന് 120 രൂപ കൊടുത്താണ് അന്ന് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ ഇത്രയും 100ഓളം ചട്ടികളുണ്ട്, അതിലേക്ക് എങ്ങനെ വെക്കുമെന്നൊരു ചിന്തയായി. ഇതെവിടെ വില കുറച്ച് കിട്ടുമെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരു ഹോൾസെയിൽ ഗാർഡനിന് വില കുറച്ച് കിട്ടും എന്ന് മനസ്സിലാക്കി അവിടെ ചെന്നു. അവിടെ പകുതി വിലയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴും അവിടെ കുറച്ച് പ്ലാന്റുകൾ, അതിൻ്റെ മുന്നിലത്തെ ലോഡിൽ വന്നത് കുറേ പ്ലാന്റുകൾ അവർ കളഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ചോദിച്ചു. വളരെ തുച്ഛമായ വിലയ്ക്കാണ് എനിക്കത് നൽകിയത്. ഏതാണ്ട് 700 രൂപ മുടക്കിയപ്പോൾ എനിക്ക് കുറേ പ്ലാന്റുകൾ കിട്ടി, കുറേ ബൾബുകൾ കിട്ടി. അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ 100 ചട്ടിയിലായിട്ട് പോട്ട് ചെയ്തു. നന്നായിട്ട് നോക്കി. എൻ്റെ ഒരു സന്തോഷത്തിന് അതിനെ വളർത്തി. ഏതാണ്ട് 10-45 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ ചട്ടിയിലും നിറച്ച് പ്ലാന്റും നിറച്ച് പൂക്കളും നിറച്ച് തൈകളും, അതായത് ഓരോന്നിലും 20-25 തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കുറേ കൂടെ ആയപ്പോഴത്തേക്കും ആ ചട്ടികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക്, പ്ലാന്റ് തിങ്ങി നെരുങ്ങി വരുമ്പോൾ അത് പുറത്തേക്ക് പോകുമല്ലോ. അങ്ങനെ വന്നപ്പോൾ അതിൽ വളരാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അത് എങ്ങനെ അത് ഒഴിവാക്കണമെന്നൊരു ചിന്തയായി. കുറച്ചൊക്കെ ഫ്രണ്ട്സിന് കൊടുത്തു. ബാക്കി പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിലേക്ക് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ഒരു പോസ്റ്റ് ഇടുമായിരുന്നു. എൻ്റെ ഉദ്ദേശം ഈ ചെടികളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, 15 ജെർബ്ര തൈകൾ 500 രൂപയ്ക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് വിറ്റുപോയി എന്ന് വെച്ചാൽ ഞാനൊരു 700 രൂപ ചിലവാക്കി. ഏതാണ്ട് 45 ദിവസമായപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയത് ഏതാണ്ട് 50,000 രൂപയുടെ വരുമാനമാണ്. അപ്പോൾ ശരിക്കും ഞാൻ മണ്ടടിച്ചു പോയി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു ഇതിലൊരു വരുമാന സാധ്യത ഉണ്ട് എന്നുള്ളത്. അതാണ് എൻ്റെ തുടക്കം. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ചെടികളിൽ നിന്ന് ഇത്രയും വരുമാനം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുടക്കിയ പൈസയും തിരിച്ച് കിട്ടിയെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സാധ്യതയാണ്. അപ്പോൾ അതിൽ ഒരു വരുമാനം കണ്ടെത്തിയിട്ട് പിന്നെ എന്താ അടുത്ത സ്റ്റേജ് ചെയ്ത? വീണ്ടും ചെടികൾ വാങ്ങിയോ? അപ്പോൾ എൻ്റെ കയ്യിലുള്ള ജെർബ്രകൾ തീർന്നു. പക്ഷേ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു, ഇനി തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആദ്യം അറിയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു ഹോൾസെയിൽ ഗാർഡൻ ഉണ്ടല്ലോ, അവിടെ പോയാലും എനിക്ക് ലാഭമാണ്, പകുതി വിലയ്ക്ക് എടുത്തിട്ട് കൊടുക്കാമല്ലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി പ്ലാന്റുകൾ എടുത്തു, അങ്ങനെ കൊടുത്തു തുടങ്ങി. അപ്പോൾ പിന്നെ വേറെ
പ്ലാന്റുകൾക്കായിട്ട് അവർ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ പുതിയ പുതിയ പ്ലാന്റുകൾ കൊടുത്തു തുടങ്ങി. അങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുവന്ന് തുടങ്ങിയത്. ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ വിൽപ്പന വന്നത്. ഓക്കെ. ഇതിനുശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ് കാണിക്കുക അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുക, അങ്ങനെ ഒരു ടേണിംഗ് ഉണ്ടായിരിക്കുമല്ലോ. അതെ. അതെങ്ങനെയാണ് ശരിക്കും ആദ്യ സമയത്തൊക്കെ? ഈ പലർക്കും ഈ സോഷ്യൽ മീഡിയയിൽ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ തുടക്ക സമയത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, എങ്ങനെയാണ്? അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് നേരം പോക്കിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക്. അന്ന് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പോസ്റ്റുകൾ മാത്രമാണ് ഇടുന്നത്. എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറേ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യും എന്നല്ലാതെ ഞാൻ വീഡിയോയിലോട്ട് വരികയോ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ഭാഗത്തെ 3 പല്ലുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ആക്സിഡൻറ്റിൽ വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസോ, മുഖം കാണിച്ച് ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസോ, പല്ല് കാണിച്ച് ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസോ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പല്ല് കാണിക്കാതെയുള്ള ഫോട്ടോസായിരുന്നു എപ്പോഴും ഇടുന്നത്. പക്ഷേ കുറേ ഇങ്ങനെ പോസ്റ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷനായി. അത് ആ ടൈം ലോക്ക്ഡൗൺ ആയിരുന്ന ടൈം കൂടിയാണ്. അപ്പോൾ ഒത്തിരി സെല്ലേഴ്സ് വരാൻ തുടങ്ങി, കോമ്പറ്റീഷനായി അതിൽ. അപ്പോൾ പിന്നെ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണമല്ലോ, എങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പ്രവീൺ സാറിൻ്റെ ആ ഒരു പോസ്റ്റ് കാണുന്നത്. ഒരു ക്ലാസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ വന്ന് കുറേ കാര്യങ്ങൾ ആ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചു. അവിടെ വെച്ച് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തരുമായിരുന്നു. അന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നാളെടുത്ത് വീഡിയോ ചെയ്യാനായിട്ടും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ പല്ല് പോയി വെച്ചു. പിന്നെ അതിന് ശേഷം വീഡിയോ ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു. ഒരു ചെറിയ ഒരു മിനിറ്റ് വീഡിയോ ചെയ്യാൻ തന്നെ ഒരു നോട്ട്ബുക്കിൽ കുറേ സ്ക്രിപ്റ്റ് എഴുതി അത് വായിച്ച് അത് കാണാതെ പഠിച്ചു. എന്നിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വന്ന് നിൽക്കുന്നത്. അതും കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വേർഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഫുൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് പരിഹസിച്ചു. വീട്ടിൽ നിന്നൊക്കെ ബന്ധുക്കളുടെയൊക്കെ ഒരുപാട് പരിഹാസം കമൻ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യലായിരുന്നു എൻ്റെ പണി. അത്രയും മോശം കമൻസ് ആയിരുന്നു. പിന്നെ പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു. ആ സമയത്ത് കുറേ വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്തു, തളർന്നില്ല. സാറിൻ്റെ നല്ല മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. വീഡിയോസ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് വരായിരുന്നു. ഓക്കെ. ഇപ്പം ആ ഒരു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അന്ന് തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ എത്ര സബ്സ്ക്രിപ്ഷനിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ 3 ലക്ഷം അടുപ്പിച്ചാവുന്നുണ്ട്. 3 ലക്ഷം അടുപ്പിച്ച്. അതെ, ശരിക്കും സോഷ്യൽ മീഡിയ തന്നെയാണോ നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതെ, സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഇത്രയും നാളിലുള്ള എല്ലാ വരുമാനങ്ങളും വന്നിട്ടുള്ളത്. ഓക്കെ. നമ്മുടെ ബിസിനസ് ആദ്യം ഒരു ചെറിയൊരു വരുമാനം, പിന്നെ ആ വരുമാനം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരു ബിസിനസ്സിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നേക്കാളും ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഗ്രോത്ത് പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ പൈസ കൂടുതൽ വരുന്നതിനോടൊപ്പം തന്നെ ഓർഡർ കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കാം, ആൾക്കാരുടെ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കാം, വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അധികം പരിചയമില്ലാത്തൊരു മേഖലയാണ് ശരിക്കും, കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രോത്ത് വരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലംസ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? എന്തൊക്കെ പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോയത്? ശരിക്കും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. തുടക്ക സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓർഡേഴ്സ് വരുന്നു, നമ്മളത് മാനേജ് ചെയ്യുന്നു. പക്ഷേ ദിവസങ്ങൾ പോകുന്തോറും സത്യം പറഞ്ഞാൽ ഒരു ദിവസം 5000-ഓളം മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ വരുമെന്നുള്ളതാണ്. ഫോൺ ഹാങ് ആവുകയാണ്, നമുക്ക് മെസ്സേജ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്താൽ തന്നെ അതിലിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും മെസ്സേജ്. അപ്പോൾ ചിലപ്പോൾ വാട്സപ്പിലൂടെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഓർഡേഴ്സ് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് വരും, റേറ്റ് ചോദിക്കും, നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക, അവർ പേയ്മെൻറ്റ് ഇടും. പിന്നെ ഇവരുടെ മെസ്സേജ് കിട്ടണമെങ്കിൽ 1 മാസം എടുക്കും. കാര്യം അത്രത്തോളം മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവർ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് ഇട്ട് കഴിയുന്നവർ പിന്നെ കംപ്ലയിൻ്റ് ആണ്, ഈ ക്യാഷ് ഇട്ട് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല. ഇവർ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മെസ്സേജുകൾ മുകളിൽ പോവുക ചെയ്യുന്നത്. നമ്മൾ താഴെ നിന്നാണല്ലോ നോക്കി വരുന്നത്. അതിലൊരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയുക, ശരിക്കും വട്ടാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു. ആ സമയത്താണ് ഞാൻ കാൽസോളുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നത്. ആ സമയത്താണ് എനിക്ക് ഫസ്റ്റിൽ ഗൂഗിൾ ഫോം എന്നൊരു ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത്. ഗൂഗിൾ ഫോം വഴി ഞാൻ ഓർഡർ എടുത്ത് തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലേക്ക് മാറി. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഇപ്പോൾ നല്ല മനോഹരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴത്തേക്കും നമ്മൾ കുറേശ്ശെ കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങളെയൊക്കെ സൊല്യൂഷൻ ആവുകയും അതോടൊപ്പം കുറച്ച് സ്റ്റാഫിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയ ഒരു ദിവസത്തിൽ
എത്ര ഓർഡർ പരമാവധി കിട്ടിയിട്ടുണ്ട്? ഒരു ഒരു ദിവസത്തിൽ ഒരു 8 ലക്ഷത്തിന് പുറത്ത് ഓർഡർ വന്നിട്ടുണ്ട് ഒരൊറ്റ വീഡിയോയിലൂടെ. ഒരൊറ്റ വീഡിയോയിൽ അതൊരു ഇസ്രയേൽ ഓറഞ്ച് എന്നൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് ഓർഡർ ചെയ്തു, ഒരു 10-200 പേര് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്യുന്നത് പാക്ക് ചെയ്ത് അയക്കുന്ന ഒരു വീഡിയോ ഞാൻ വീണ്ടും ഇട്ടു. അത് ഏതാണ്ട് 2 മില്യന് പുറത്ത് വ്യൂസ് പോവുകയും ഒറ്റ ദിവസം തന്നെ ഓർഡറുകൾ വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ആദ്യ സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ക്രാക്ക് ചെയ്യുന്ന പ്രശ്നം, അത് കഴിയുമ്പോഴത്തേക്കും ഓർഡർ കൂടുതൽ കിട്ടുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പ്രശ്നം, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഓരോ സിസ്റ്റം ബിൽഡ് ആകും തോറും നമ്മൾ ഫ്രീ ആവുകയാണ്, ഫ്രീഡത്തിലേക്ക്. ആദ്യത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ശരിക്കും നമ്മുടെ ഈ ഒരു നല്ല ജേണിയിൽ നമ്മൾ വന്നു. പക്ഷേ ഇതിൽ ഏത് സമയത്താണ് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അവർക്കും ഒരു വരുമാനം. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സോഷ്യൽ മീഡിയ ചെയ്തതുകൊണ്ടും ചെടികളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ ലൈഫ് ഇത്രയും മാറി. അതുപോലെ ഒരു വീട്ടമ്മമാർക്കും ഒരു വരുമാനം കണ്ടെത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഷനിലേക്ക് എത്തിയത് ഏത് മൊമെൻറ്റിലാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെയാണ് ഓർഡർ എടുക്കുന്നത്. എനിക്ക് ഓർഡർ എടുക്കുന്നതിന് പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴും റെയിൻസ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്താൽ മിനിമം 2 മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും കസ്റ്റമർക്ക് സാധനം കിട്ടാൻ. കാര്യം അത്രത്തോളം ഓർഡറുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചെടികളുടെ ബിസിനസ് നമുക്ക് സ്കെയിൽ ചെയ്യാനൊരു പരിധിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം ടൈം എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ എനിക്കറിയാം ഒത്തിരി കേരളം എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക വെറൈറ്റി പ്ലാന്റ്സുകളുടെ ആയുർവേദ പ്ലാന്റ്സിൻ്റെ ഒത്തിരി സ്ഥലമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ഡിമാൻഡാണ് അതിന്. അപ്പോൾ അത്രയും എത്ര സെല്ലേഴ്സ് വന്നാലും എൻ്റെ ബിസിനസ്സിന് ഒരു കോട്ടം ഉണ്ടാവില്ല. അതിലെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് ചിന്തയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയാണ്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഫ്രണ്ടാണ്. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് ഒരു 100 രൂപ കടം തരുമോ എന്നാണ് ചോദിച്ചത്. 100 രൂപ. അപ്പോൾ ഒരിക്കലും 100 രൂപ കടം ചോദിക്കാൻ പറ്റുന്ന ഒരാളല്ല, അങ്ങനെ വരേണ്ട ഒരാളല്ല. നമുക്കിപ്പോൾ പഠിക്കുമ്പോഴായിരുന്നാലും നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴായിരുന്നാലും നമുക്ക് ഒരാളെക്കുറിച്ച് ഓരോ എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്, ഒരുപാട് ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അതൊരു ടീച്ചറാവും അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഒരു 100 രൂപ കടം ചോദിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഗൂഗിൾ പേ നമ്പർ മേടിച്ച് ആ പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തു. പക്ഷേ പിന്നീട് രാത്രിയിൽ ഞാൻ അതിനെ കണക്ട് ചെയ്തു, എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മാരേജ് കഴിഞ്ഞു, സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്, നല്ലൊരു ഹസ്ബൻഡാണ്, ഹസ്ബൻഡ് വീട്ടിൽ പ്രായമായ അമ്മയും അച്ഛനുമാണുള്ളത്, ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും എന്ന് വെച്ചാൽ ജസ്റ്റ് എന്താ പറയുക അസുഖബാധിതരാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ആ കൊണ്ടുവരുന്ന പൈസ റെൻറ്റ് കൊടുക്കാനോ കാര്യങ്ങളും മാനേജ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പ്രത്യേകിച്ച് അസുഖം കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം തകിടം മറിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവരൊരു എന്താ പറയുക റിലേറ്റീവിൻ്റെ മാരേജിന് പോവുകയാണ്. ഹസ്ബൻഡ് കൂടെയില്ല, റിലേറ്റീവ്സും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ജംഗ്ഷനിൽ ബസ് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്തൊരു ബേക്കറി ഉണ്ട്. ബന്ധുക്കളെല്ലാം അവിടെ കയറിയിട്ട് അവരുടെ കുട്ടികൾക്കെല്ലാം ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഈ കുട്ടിക്കും ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തു. പക്ഷേ കുട്ടിക്ക് ഈ ചോക്ലേറ്റ് വേണ്ട, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറൊരു ചോക്ലേറ്റിന് വേണ്ടി. അത് മേടിച്ച് കൊടുക്കാൻ ഒരു 10 രൂപ പോലും കയ്യിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഞാനപ്പോൾ ചിന്തിച്ചു, നല്ല കഴിവുള്ള ആളാണ്, പക്ഷേ ഫാമിലിക്ക് വലിയ വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് പോയി ജോലി ചെയ്യാന്നുള്ളത് പറ്റുന്ന സിറ്റുവേഷനല്ല. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനും പുള്ളിക്കാരിയും ഒരേ ഏജാണ്. എനിക്കാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ ആവോളം ആസ്വദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മേടിക്കാം, എനിക്കൊരു കാർ മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷൻ ചോദിച്ചാൽ മതി. എനിക്ക് എവിടെയും പോകാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ആരുടെ അടുത്തും നിൽക്കേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ ഇതുപോലുള്ള ഒത്തിരി പേര്, കഴിവുള്ള ഒരുപാട് പേര്, എന്നാൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഉണ്ടാവാം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പ്ലാന്റ് ലവേഴ്സ് ഒത്തിരി പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇഷ്ടം പോലെ പ്ലാന്റുകളുള്ള കോടികൾ വീട്ടിന് ചുറ്റും വെച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നറിയില്ല, എവിടെ കൊടുക്കണമെന്നറിയില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, എങ്കിൽ പിന്നെ ഇതുപോലുള്ള ആൾക്കാരെ ഇതിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യാൻ. പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും അവരുടെ കോമ്പൗണ്ടിൽ തന്നെ നോക്കിയാൽ ലക്ഷങ്ങൾ ഇത് ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബദാം മരം ഉണ്ടല്ലോ, ജസ്റ്റ് ബദാം മരം നമ്മൾ എന്താ ചെയ്യുന്നത്, ബദാം മരത്തിൻ്റെ ഇലകളൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ നമ്മളത് തൂത്തുകൂട്ടി
തീയിട്ട് കളയും. ലക്ഷങ്ങളാണ് ആ തീയിട്ട് കളയുന്നത്. ഇതൊക്കെ മനസ്സിലാവുന്നില്ല. കാര്യം ഈ ബദാം ഇലയൊക്കെ ആമസോണിലൊക്കെ നമ്മൾ പോയി വില നോക്കിയാൽ അറിയാം, ഒരു 10-25 ഇലകളിങ്ങനെ എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 280-300 രൂപയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ സിമ്പിളായിട്ട് ഓരോ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്നതാണ്. ആമസോണിൽ ഏത് സാധാരണക്കാരനും സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആൾക്കാർക്ക് അത്രത്തോളം അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ബദാം ഇല മാത്രമല്ല, ഇപ്പോൾ കുന്നിക്കുരു, മഞ്ചാടിക്കുരു, ഇതൊക്കെ തറയിൽ ഇങ്ങനെ പോകുന്ന സാധനങ്ങളാണ്, നമ്മൾ വെറുതെ കളഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്കൊരു ഡയറക്ഷനാണ് വേണ്ടത്. എങ്ങനെ ആമസോണിൽ തുടങ്ങണം, എങ്ങനെ പോകണം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ അവർക്ക് കൃത്യമായിട്ട് ട്രാക്കിലേക്ക് വരാൻ പറ്റും. പ്രത്യേകിച്ച് റീംസ് ഓൾറെഡി ഇവിടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ദൗത്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മൾ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കയ്യിൽ കുറച്ച് കാശൊക്കെ വന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് തന്നെ ഒരു മിഷനുമായിട്ട് അലൈൻഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്, ഇത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾക്കും പ്ലാൻസ് ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ വിൽക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക. അപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് ഇതുവരെയും ബിസിനസ്സുമായിട്ടൊരു പരിചയമില്ല, ഓൺലൈനിൽ വീഡിയോ ചെയ്തിട്ടില്ല, ആമസോണിലൊന്നും അറിയില്ല, അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷേ വീട്ടിൽ ചെടിയുണ്ട്, ചെടികളുമായിട്ട് ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരെങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം? ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം, വീഡിയോസ് ചെയ്തിട്ടേ എല്ലാം നടക്കുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ന്യൂസ് പേപ്പർ വരുത്തും. ഇന്നത്തെ കാലത്തും എല്ലാ വീട്ടിലും ന്യൂസ് പേപ്പർ വരുത്തും. പക്ഷെ എത്ര പേര് അത് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ വരുത്താറുണ്ട്, ഞാൻ കാണാറ് കൂടിയില്ല. ജസ്റ്റ് കണ്ടു പോകുന്നല്ലാതെ ഞാനത് നോക്കാറ് പോലുമില്ല. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാലും എവിടെ നോക്കിയാലും ഇപ്പോൾ എല്ലാവരുടെയും തല ഇങ്ങനെയാണല്ലേ ഇരിക്കണേ. ആരും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതാണ്. ട്രെയിനിൽ നോക്കിയാൽ, ബസ്സിൽ നോക്കിയാൽ, സൈഡിൽ നോക്കിയാൽ, എവിടെ നോക്കിയാലും ഇങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന മൊബൈലിലാണ്. മൊബൈലിൽ നോക്കുന്നത് തന്നെ എല്ലാവരും നോക്കുന്നത് വീഡിയോസാണ്. അപ്പോൾ നമുക്കൊരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത് നമ്മുടെ മൊബൈലിലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പെർഫെക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ വീഡിയോസിലൂടെയാണ്. മാക്സിമം വീഡിയോസ് ചെയ്യുക. നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഓരോ കാര്യങ്ങളും, നമ്മുടെ വീട്ടിലൊരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയുടെ പൂവ്, ആ ചെടി എങ്ങനെയാണ് നമ്മൾ അടുത്ത ചെടിയാക്കി വെക്കുന്നത്, അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അയക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ തന്നെ സെയിൽസ് നടക്കും. റീംസിൻ്റെ ലൈഫിൽ ഈ ക്യാൽസുകളുമായിട്ട് കണക്ട് ആയതിനു ശേഷമുള്ള എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യുമോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ജേണി? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലോങ് ജേണിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റിങ്ങിൽ വന്നപ്പം എല്ലാവരും പോയതിനു ശേഷം ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ, അപ്പോഴും എനിക്കറിയില്ലായിരുന്നു എന്താണ് ഇഷ്യൂസ് എന്നുള്ളത്. സംസാരിക്കുന്നുണ്ട്, പക്ഷേ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പ് ആൻഡ് ഡൗൺസ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്പ് ആൻഡ് ഡൗൺസിലും കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിയോടൊപ്പം കൂടെ നിന്നു, പല മെമ്പേഴ്സുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോഴ്സ് കൊടുത്തിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം പൊക്കോ എന്ന് പറയുന്ന അല്ലാതെ ലൈഫ് ടൈം ആക്സസോട് കൂടി ഇങ്ങനെ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നതിൽ എന്താണ് റീംസിന് ഫീൽ ചെയ്ത് കാൽസോൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച്? ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് കാൽസോളിൽ വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ തുറക്കത്തില്ല, ഇങ്ങനെ നിന്നിട്ട് സാർ പറയൂ, സാറേ എനിക്കിത് ചെയ്തു തരാമോ, ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ തുറന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നെ ഇതുപോലെ സംസാരിക്കാൻ പഠിപ്പിച്ചത്, ഇതുപോലെ കോൺഫിഡൻസോട് കൂടി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിപ്പിച്ചത് കാൽസോളാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ടെക്നിക്കൽ നോളജ് ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, എഴുതി വെക്കാം, ഫോട്ടോ ഇടാം എന്നതിൻ്റെ അപ്പുറത്ത് മുമ്പ് എന്നെ കളിയാക്കി പറയുമായിരുന്നു. സാറ് പഠിപ്പിക്കുന്ന സമയത്ത് എന്നോട് പറയും, സാറ് പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന സമയത്ത് എനിക്ക് മാത്രം അത് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്ന എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും, സാർ എനിക്ക് കിട്ടിയില്ല. സാർ ഇങ്ങനെ പറഞ്ഞു തരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെ കുത്തു, ഇവിടെ കുത്തു. അവസാനം സാർ പറയും ക്രോം എടുക്കും എന്ന് പറയാം. അപ്പം ഞാൻ ചോദിക്കും, ക്രോം ഇവിടെ കാണുന്നില്ല, ക്രോം എന്താണ്? അന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, എൻ്റെ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് ക്രോം എന്താണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആ ക്രോം എന്താണെന്ന് പഠിച്ചു. ഇപ്പം ഞാൻ പോസ്റ്റ് ഇടാൻ പഠിച്ചു, വീഡിയോസ് ചെയ്യാൻ പഠിക്കുന്നു. എനിക്കറിയില്ല, ഒരുപാട് ടെക്നോളജീസ് ഇവിടുന്ന് പഠിച്ചു. മറ്റുള്ളവരുടെ മുഖത്തൂക്കി സംസാരിക്കാൻ പഠിച്ചു, ടെക്നോളജീസ് ഉപയോഗിക്കാൻ പഠിച്ചു, ലീഡ്സ് എങ്ങനെ വരണമെന്നുള്ളത് പഠിച്ചു, അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് പഠിച്ചു, വാട്ടി പോലുള്ള പ്ലാറ്റ്ഫോംസ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ എല്ലാം തന്നെ പഠിച്ചത് കാൽസോളിൽ നിന്നാണ്.
കാൽസോളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ ആദ്യം തന്നെ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉള്ള സമയത്തും കുറേ ഒരു നേരം പോക്കായിട്ട് ഫേസ്ബുക്ക് കണ്ടിരുന്ന എനിക്ക് ജസ്റ്റ് എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാക്കി തന്നത്, എൻ്റെ ജീവിതത്തിനൊരു മിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതൊക്കെ കാൽസോളാണ്. കാൽസോൾ ത്രൂ ആണ് ഞാൻ എൻ്റെ മിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത്, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും കാൽസോളിലൂടെ തന്നെയാണ്. വളരെ സന്തോഷം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതിൽ. നമ്മുടെയൊക്കെ ഒരു ജേണിയിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പം എൻഡ് ഓഫ് ദ ഡേ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്നത് കുറേ സമ്പത്തിന് അധികമായിട്ട് നമുക്ക് കുറേ ആൾക്കാരുടെ ലൈഫിൽ നമുക്കൊരു പ്രകാശമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു ജേണി വളരെ മനോഹരമായിട്ടുള്ള ജേണിയാണ്. ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാം. ഒത്തിരി വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സഹായിക്കാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഒത്തിരി പേരെ സഹായിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. നമുക്ക് ഇനിയും ഇതുപോലുള്ള മീറ്റിങ്ങിൽ തുറന്ന് കാണാം. ഫൈനലായിട്ട് ഏതെങ്കിലും മെസ്സേജസ് ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതോടുകൂടി നമുക്ക് പോയിന്റ്. ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടത്തോടെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ. ശരിക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിലൊരു മാരേജ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊപ്പം കുറച്ച് അധികം നേരം ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം കുറച്ചധികം നേരം ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകണം. ജോലി ചെയ്താലേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിക്ക് പോകേണ്ട ഒരു നിർബന്ധ സാഹചര്യം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് അനുസരിച്ച് നമുക്ക് വരുമാനത്തിന് പരിധികളില്ല. നമുക്ക് ഇത്ര പൈസ വേണമെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. നമുക്ക് ഇത്ര പൈസയും മതിയെന്നുണ്ടെങ്കിൽ അപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യം ഇഷ്ടത്തോടെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷം. സോ എല്ലാവർക്കും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം, ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. മറ്റൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.